കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരെയും കണ്ടു പറഞ്ഞിട്ടുണ്ട് പൈസ തിരിച്ചു തരാൻ. കോൺഗ്രസിന്റെ ആളുകൾ ഇടപെടുന്നില്ല. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ അടുത്ത് നേരിട്ട് പോയി പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടില്ല. ഗൗരവകരവുമായ സംഭവമാണ് ഇന്നലെ വടകരയിൽ ഉണ്ടായിട്ടുള്ളത്. കടത്തനാട് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ച് ആ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന വയോധികനായ ഇബ്രാഹിം ഹാജി, അദ്ദേഹം മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എനിക്ക് ചില വോയിസ് മെസ്സേജുകൾ അയച്ചിരുന്നു. അതിനകത്ത് ഞാൻ ഒരുപക്ഷെ ഇല്ലാതാവുകയാണെങ്കിൽ ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണം, അധികാരികളുടെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതീവ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇബ്രാഹിം ഹാജി നടത്തിയിട്ടുള്ളത്. വടകരയിൽ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബാങ്കാണ് കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന ഈ സ്ഥാപനം. പൂർണ്ണമായും UDFിൻ്റെ നേതാക്കന്മാരാൽ അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു ബാങ്ക്. ആ ബാങ്ക് വടകരയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നൂറുകണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നാണ് നിക്ഷേപം സ്വീകരിച്ചിരിക്കുന്നത്. ഈ നിക്ഷേപം സ്വീകരിക്കുന്ന സമയത്ത് വലിയ പലിശ തിരിച്ചു തരും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ നിക്ഷേപമെല്ലാം സ്വീകരിച്ചത്. ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന വയോധികൻ, അദ്ദേഹം ഗൾഫിൽ ഉൾപ്പെടെ ജോലി ചെയ്ത് തൻ്റെ ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയതെല്ലാം, ആ പണമെല്ലാം ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയായിരുന്നു. വലിയ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്താണ് ഇബ്രാഹിം ഹാജിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഈ സഹകരണ സംഘം നിക്ഷേപങ്ങൾ തേടിയിരുന്നത്. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ, അദ്ദേഹത്തിന് വയ്യായിക ഉണ്ടായപ്പോൾ, കുറച്ചെങ്കിലും പൈസ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു പൈസ പോലും തിരിച്ചു കൊടുക്കാൻ ബാങ്ക് തയ്യാറായില്ല. അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള ഹാർട്ട് രോഗമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഗുരുതരമായ രോഗമുണ്ട്. എനിക്ക് അദ്ദേഹം അയച്ച ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കാലുകളുടെയും കഴുത്തിൻ്റെയൊക്കെ ചിത്രം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. എനിക്ക് പൈസ തരാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരെയും കണ്ടു പറഞ്ഞിട്ടുണ്ട് പൈസ തിരിച്ചു തരാൻ. കോൺഗ്രസിൻ്റെ ആളുകൾ ഇടപെടുന്നില്ല. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ അടുത്ത് നേരിട്ട് പോയി പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടില്ല. കോൺഗ്രസ്സുകാരെയും അതുപോലെ തന്നെ CPMൻ്റെയും നേതാക്കന്മാരെയും നിരന്തരമായി ഇബ്രാഹിം ഹാജി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പണം തിരിച്ചു കൊടുക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവസാനം ആ വയോധികൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലെത്തി നിൽക്കുകയാണ്. എനിക്കയച്ച വോയിസ് മെസ്സേജിനകത്ത് എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ ഇന്നുന്ന ആളുകളാണ് അതിലെ പ്രതികൾ. അവരൊരു കാരണവശാലും നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. എൻ്റെ ആത്മഹത്യക്ക് കാരണം ഇന്നയാൾ മാത്രമാണ്, ഇന്നുന്ന ആളുകൾ തന്നെയാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം അയച്ചിരിക്കുന്ന വോയിസ്, അത് ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ അത് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് 10:30 മണിയോട് കൂടി 9:30 മുതൽ എനിക്ക് വോയിസ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഗുരുവായൂരിൽ ഒരു ഫംഗ്ഷനിലായതുകൊണ്ട് ആ സമയത്തൊന്നും തന്നെ മൊബൈൽ നോക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഈ സംഭവം അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം അയച്ച മെസ്സേജുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാനതൊന്ന് കേൾപ്പിക്കാം. ഇതിലെ പ്രതികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.